ഹലോ ഗായ്സ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ ഡേ 6, അതായത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എപ്പിസോഡ് ലാസ്റ്റ് ഒരു വീക്ക് നല്ല രീതിയിൽ എല്ലാവരും കളിച്ചു. ഫസ്റ്റ് വീക്കാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എല്ലാവരും നന്നായിട്ട് ടാസ്കിലൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ലാലേട്ടൻ വന്ന് ഇത് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് വീക്കിലെ ഹൈലൈറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് നമുക്ക് ആ വീടിനകത്തുള്ള ഒരു വിഷ്വൽസൊക്കെ കാണിക്കുന്നത്. അനീഷും അനുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ അനുവിനോട് അനീഷ് പറയുന്നുണ്ട്, ബാത്റൂമിൽ മാത്രം പോകാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്തിനാ അനുവോട് ഇന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, റൂൾ അനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു അടി. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് മറ്റേ ജയിലിൻ്റെ കീ എടുത്തിട്ട് എവിടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എല്ലാവരോട് പറഞ്ഞപ്പോഴത്തെ ഷാനവാസ് തിരിച്ചു കൊടുത്തു. പിന്നെ നെവിനും ഈ സമയമാണെന്ന് നോക്കുമ്പോൾ മറ്റേ അടുത്തൊരു വിഷയം കളിക്കുന്നത്, നെവിനാണെങ്കിൽ മറ്റേ ജയിലിനകത്ത് കിടക്കുന്ന അനുമോളുടെ വായിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ജയിലിലേക്കുള്ള ആഹാരം വരുന്നു. അനീഷ് അത് കൊണ്ട് വായിച്ചിട്ട് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റോർ റൂമിനകത്തിൽ ഡ്രസ്സ് വന്നു. അപ്പോൾ എല്ലാവരും ഇതെൻ്റെ ഡ്രസ്സല്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അവരെല്ലാം ഡ്രസ്സ് ചെയ്ത് എന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി റൂമിൽ മേക്കപ്പ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ബസർ അടിക്കുമ്പോഴത്തേന് മേക്കപ്പ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ വീക്കെൻഡിൽ ആദ്യമായിട്ട് ലാലേട്ടന് എല്ലാവരെയും കൂടെ മുന്നിൽ വരുവാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് എല്ലാ നമസ്കാരമൊക്കെ പറഞ്ഞ് ഇപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസ്. അപ്പോൾ ഷാനവാസ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, വിചാരിച്ച പോലെയല്ല ലാലേട്ട, 7ൻ്റെ പണിയാണ് കിട്ടുന്നത്, ഓക്കെ അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ട അവിടെ എത്തുന്നുണ്ട്. പിന്നെ പണിപ്പുരയിൽ പോയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അക്ബർ, ആദില, നൂറ. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്, നിങ്ങൾ എന്താ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർ ഓവർ പ്ലാൻ ചെയ്തതാണ്. ആരാ ഓവർ പ്ലാൻ ചെയ്ത്, ആദിലയാണോ നൂറയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അന്നേരം അവർ പറഞ്ഞാൽ അല്ല, എല്ലാവരും കൂടെയാണ്. അപ്പം പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എന്ത് പറ്റി അക്ബർ എന്ന് ചോദിക്കുമ്പോൾ പറയും, രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേന് പേടിയായെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, ഇവിടെ കുറച്ച് പേർക്ക് പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതാരൊക്കെയാണ്? അവൻ നെവിൻ കൈവെക്കുന്നുണ്ട്, അഭിലാഷ് കൈവെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ മാത്രമല്ലല്ലോ, പിന്നെ ആരൊക്കെയാണ്? പിന്നെ സാരിക, ബിൻസി, ഷൈത്തി ഇവരെയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്നിട്ട് ലാലേട്ടൻ പറയും, ഇതൊക്കെ ഒരു ടാസ്കിൻ്റെ ഭാഗമല്ലേ, നിങ്ങൾക്ക് എന്താ പോകാൻ താല്പര്യമില്ല? അപ്പോൾ ഇവർ മറ്റുള്ളവരൊക്കെ കുറച്ചൊന്ന് നൈസായിട്ട് സേഫ് ഗെയിം ഇതുപോലെ. അപ്പം വീണ്ടും ലാലേട്ടൻ ചോദിക്കും, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ആർക്കൊക്കെയാണ് ഇനിയും താല്പര്യമില്ലാത്തത് അവർക്ക് ഞാനൊരു സമ്മാനം തരും. നെവിനോടനെ കൈവക്കി പറഞ്ഞു, ഒരു എനിക്ക് ലാലേട്ടൻ, എനിക്ക് പോകാൻ താല്പര്യമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ, സമ്മാനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈ ബുക്ക് ചെയ്ത് ലാലേട്ടാന്ന് നെവിൻ പറയും. അപ്പം നെവിനോട് പറയും, സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പണിപ്പുരയിൽ പോയിട്ട് നെവിന് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇനി പണിപ്പുരയിൽ കയറാനും പറ്റത്തില്ല, അതാണ് സമ്മാനം എന്ന് പറയാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നിട്ട് ലാലേട്ടൻ പറയും, സ്റ്റോർ റൂമിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, നിങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളും നിങ്ങളെ പൂട്ടി വെച്ചേക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അനീഷിനോട് പറയും, പോയി ഗിഫ്റ്റ് എടുത്തിട്ട് പോയിട്ട് കൊണ്ടുവന്ന് തുറന്ന് നോക്കുമ്പോൾ റവയാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കഴിക്കാനുള്ള റവയാണ് ലാലേട്ടൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ ലാലേട്ടന് അടുത്ത മെൻഷൻ ചെയ്യുന്നത്, കാണാനില്ലാത്തവരെ ഇവിടുന്ന് ആൾക്കാരെ കാണാൻ, അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാനില്ലാത്ത കുറച്ച് പേരുണ്ട്. ആരൊക്കെയാണ്? ഒനീലിനോട് ചോദിക്കുക, അടുക്കള ഒളിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക. ഒനീലിനെ കാണാനില്ല. പിന്നെ സരികനെ പുറത്തോട്ട് കാണാനില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ മുൻഷിയെ പിന്നെ ഒട്ടും കാണാനില്ല. മുൻഷി അറിയാം, ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകത്തേ ഉള്ളൂ, ബാക്കി അടുക്കളയിൽ കാര്യം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ പറയുന്നത് ബിൻസി, ശൈത്യ ഇവരൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ അന്നേരമാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ വിളിച്ച് നിങ്ങളാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഉന്നിൽ പറയില്ല, ഇനി ഈ വീക്കോടുകൂടി കഴിഞ്ഞ് അടുത്ത വീക്ക് ഞാൻ ഇനി പുറത്തിറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടറിയാം. അടുത്തത് റെന ഫാത്തിമയോട് ഒനീലും തമ്മിലുള്ള വഴക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം റെന ഫാത്തിമ വീണ്ടും പറയുന്നുണ്ട്, ഫേവറിസം കാണിക്കുന്നുണ്ട്. ജിസയിൽ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല, പുള്ളിക്കാരി റെന ഫാത്തിമ ചെയ്തപ്പം ഒനീൽ അത് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒനീൽ അടുത്ത ഡയലോഗ് പറയുന്നുണ്ട്, ടു മെനി കുക്സ് സ്പോയിൽ ദ സൂപ്പ്. അന്നേരം ലാലേട്ടൻ പറയുന്നത്, അങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ എന്തായാലും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞിട്ട് അവരെ ഇരുത്തുന്നുണ്ട്. അടുത്തത് അപ്പാനി ടീമിനോട്, ഇവിടെ ആരെങ്കിലും അയൽക്കൂട്ടം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പാനി, അക്ബർ, നിങ്ങൾ അയൽക്കൂട്ടമാണോ? അപ്പോൾ അന്നേരം അവർ പറയുന്നുണ്ട്, ഇല്ല. അനുമോൾ അന്നേരം അവിടെ നിന്ന് കൈകൊണ്ട്, ശരി അവർ അയൽക്കൂട്ടമാണ്. അപ്പോൾ അന്നേരം അവർ പറയും, ഇല്ല ലാലേട്ട, ഞങ്ങൾ ഗെയിം വരുമ്പോൾ സെപ്പറേറ്റഡ് ആണ്, അത് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചാണ്. ഗെയിം വരുവാണെന്ന് നിങ്ങൾ ഒരുമിച്ച് എന്തായാലും കളിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ്. അപ്പോൾ ഈ അനുമോളൊക്കെ സെപ്പറേറ്റ് ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയും. അപ്പോൾ എന്നിട്ട് ലാലേട്ട ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്, ഗ്യാങ് ആയിട്ട് ഇരുന്നിട്ട് ഗെയിംസ് ഒക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലൂ അവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ലാലേട്ട വരുന്നുണ്ട്.
പിന്നെ മറ്റേ നമ്മുടെ ഫസ്റ്റിൽ അവർ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ടാസ്ക് നടത്തില്ലായിരുന്നു, ഒരു റേസ് ടാസ്ക് പറഞ്ഞിട്ട് ബാൻഡ് കിട്ടിയ സംഭവം. അതിനെപ്പറ്റി ലാലേട്ടൻ പറയുന്നത് അത് സ്റ്റിൽ അത് വാലിഡാണ്, അതിന് ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ അറയില ഉള്ളതെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ആദില നൂറ, പിന്നെ ആര്യൻ്റെ കയ്യിൽ. അപ്പോൾ എന്നിട്ട് ആ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അതിനകത്തിൽ മറ്റേ ബാൻഡ് പോയ വഴിയൊക്കെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ബിന്നിയുടെയിലായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. ബിന്നിയുടെ നിന്ന് അനുമോളുടെ വന്നു, അനുമോളുടെ നിന്ന് ആദില നൂറയെ വന്നു, ആദില നൂറയുടെ നിന്ന് നെവിൻ തട്ടിയെടുത്തത്. പിന്നെ ഷാനവാസിൻ്റെ ആദ്യം ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് ഒനീലിൻ്റെ പോയി. പിന്നെ അക്ബർ എടുത്തു, അക്ബറിൻ്റെ നിന്ന് ആദില നൂറ. പിന്നെ ആര്യൻ്റെ കയ്യിൽ സ്റ്റില്ല്, എന്നിട്ട് ആര്യനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. എന്നിട്ട് മറ്റേ ബിന്നിയോടല്ല ആദില നൂറ അവരോട് ചോദിക്കും. അപ്പോൾ ആദില നൂറയുടെ സ്റ്റില്ലുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ മറ്റേ സേഫ് ഗെയിമിനെ പറ്റി ലാലേട്ടൻ അത് എടുത്തു വരുന്നത്. ഷാനവാസ് എന്തിനെ തിരിച്ചു കൊടുത്തത്. അപ്പം അന്നേരം ഷാനവാസ് പറയും എൻ്റെ അപ്പുറം ഇപ്പുറം അനീഷും അക്ബറും കൂടെ നിന്ന് ഇത് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അപ്പം എനിക്ക് ഞാൻ ലാസ്റ്റ് സഹി കേട്ടിട്ടാണ് ഒനീലിൻ്റെ കൊടുത്തത്. അപ്പോൾ ഒനീലിനോട് ഇരിക്കും, നിങ്ങൾ സേഫ് ഗെയിം കളിച്ചില്ല, നിങ്ങളത് വേണമെന്ന് പോലും വെക്കുന്നില്ല. എന്നിട്ട് ഒനീൽ പറഞ്ഞു എൻ്റെ കയ്യിലോട്ട് വന്ന് ഞാൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് അക്ബർ അത് തട്ടിക്കൊണ്ട്. അപ്പോൾ അക്ബർ അത് പറഞ്ഞു, ഞാൻ ഒനീൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പോയതാ, അല്ലാതെ ഒനീൽ തന്നെയല്ലെന്ന് പറയും. അപ്പം പറയും ലാലേട്ടൻ പറയും സ്റ്റിൽ ബാൻഡ് ആക്റ്റീവാണ്, പക്ഷേ ഈ വീക്ക് ഇനി ആർക്കും അത് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ ജിസേലിനെ എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കും, നിങ്ങളാണെങ്കിൽ എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു, എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് ലാലേട്ട എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ കുത്തി ചോദിച്ചു കഴിയുമ്പോൾ പറയും സ്റ്റിൽ ഒരു കൺസീലറുണ്ട്, അത് തിരിച്ചു കൊടുക്കാം എന്ന് പറയും. അപ്പം ലാലേട്ടൻ പറയും സ്റ്റിൽ ഇതുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഒരു പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗിസേലിൻ്റെ ഒരു സ്യൂട്ട് കേസ് അവിടെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഗിസേലിൻ്റെ വീട്ടിലേക്ക് സ്യൂട്ട് കേസ് തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും ആ റൂൾസ് ഇത് ചെയ്തിട്ട് അനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടി ഞാൻ കൊണ്ട് അപ്പം ലാലേട്ട അങ്ങനെ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ പറയുന്നുണ്ട്. പക്ഷേ അതങ്ങനെ പോയി. പിന്നെ അടുത്തത് അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുന്നത് എന്താ ജിസേലിനെ പറ്റിയുള്ള അപ്പം അന്നേരം മുൻഷി പറയുന്നുണ്ട് ജിസേൽ ഒരു അക്ഷയപാത്രം പോലെയാണ്, കയ്യിൽ മേക്കപ്പ് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് പുറത്തു ഇനിയും ഉണ്ടെന്നാണ് എൻ്റെ വിചാരം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് മറ്റേ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കിനെ പറ്റിയാണ്. ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്താ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാത്തതെന്ന് അവരോട് നാലുപേരെ എഴുന്നേപ്പിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ വിചാരിച്ചു ഇനിയും എന്താ പുറത്തൊക്കെ അവസരമുണ്ടല്ലോ എന്നൊക്കെ കരുതിയിരുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയും. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറയും കിട്ടുന്ന അവസരം യൂസ് ചെയ്യണം, അല്ലാതെ നാളെ പുറത്താക്കാം മറ്റന്നാൾ പുറത്താക്കാം എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാതിരുന്നു എന്നൊക്കെ മറ്റേ മുൻഷിയും ശൈത്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറയുന്നുണ്ട് കിട്ടുന്ന സാഹചര്യം ഉപയോഗിക്കുക, നിങ്ങൾ ഇന്ന് ഒരാളെ പുറത്താക്കിയിരുന്നു, അത് ആ ഒരു ടാസ്ക് പുറത്താക്കിയിരുന്നെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് ഇന്ന് ഒരാളെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഷാനവാസിനോട് ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് അത് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഈസി ഗെയിംസ് ഒന്നും ഇവിടെ ഇല്ല, ഇനി വരുന്നത് കൂടുതൽ കഠിനമായിട്ടുള്ള ഗെയിംസാണ്, നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിൻ്റെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഷാനവാസിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഷാനവാസിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുത്. എന്നിട്ട് പിന്നെ ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വൈഫാണെന്ന് തോന്നുന്നു, വൈഫും കുട്ടിയും സംസാരിക്കുന്നുണ്ട്. വൈഫിനോട് വേണ്ടി ചോദിക്കുന്നത് ഫിസിക്കൽ സ്ട്രെയിൻ. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരി ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മുന്നോട്ട് പോകും. അപ്പോൾ എന്നിട്ട് വീട്ടിൽ ലാലേട്ടൻ പുള്ളിക്കാരൻ്റെ വൈഫിനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അന്നേരം പുള്ളിക്കാരി പറയുന്നത് പുറത്ത് കിടത്തിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതവിടെ ഒരു പുള്ളിയുടെ കളി അങ്ങ് നിർത്തിക്കൊടുത്തതാണെന്ന് തോന്നുന്നു, മറ്റേ മരുന്നിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ള കളി അങ്ങ് നിർത്തിക്കൊടുത്തതാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് കളിക്കാനും പേടിയുണ്ടാവുമല്ലോ, അത് കാരണം അവർ എലിമിനേറ്റും ചെയ്തില്ല, മറ്റേ ഒരു കാവൽ നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ ആ ഒരു ഗെയിം ഒന്നും ഇവിടെ പൊളിച്ചു കൊടുക്കുമായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു അവിടെ ലാലേട്ടൻ. അടുത്തെന്ന് പറയുന്നത് നെവിനെയാണ്. നെവിനോട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ ഫാഷൻ കൊറിയോഗ്രാഫറല്ലേ, അപ്പം പുള്ളിക്കാരനോട് പറയുന്നുണ്ട് വാമപ്പൊക്കെ ചെയ്യിപ്പിക്കണം, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തൊക്കെ സൂക്ഷിക്കണം എല്ലാവരും. അപ്പം നെവിനോട് പറയുന്നുണ്ട് എല്ലാവരും വാമപ്പ് ചെയ്യണം, 5 മിനിറ്റെങ്കിലും രാവിലെ വാമപ്പ് ചെയ്യിപ്പിക്കണം. അപ്പം നെവിൻ പറയുന്നത് ഓക്കെ ലാലേട്ടാ ഞാൻ ചെയ്യിപ്പിക്കാം, പക്ഷേ എനിക്കൊരു പാട്ടിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് പാട്ടിട്ട് തരാനാണെങ്കിൽ പിന്നെ അവിടെ വലിയ പാട്ടുകാരൊക്കെ ഉണ്ട്, അതിനെ കൊണ്ട് വെച്ച് പാടിയാൽ മതി. എന്നിട്ട് ഒരു ഡെമോ കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളിയാണ് അവിടെ നിന്ന് ജമ്പിങ് ജാക്സും കളരിയുടെ സ്റ്റെപ്സും ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട്, എന്താവുമെന്ന് കണ്ടറിയാം. പിന്നെ അടുത്തത് ഭാഗ്യത്തിൻ്റെ പിണപ്പെട്ടി ടാസ്കിൽ. അപ്പോൾ അതിനകത്തിൽ അക്ബറും ആര്യനും ആയിരുന്നല്ലോ വിജയിച്ചത്. അപ്പോൾ അവർ കോയിൻസിനെ പറ്റി പറയുന്നത്, അപ്പോൾ ആരും പറയുന്നത് എൻ്റെ കോയിൻസൊക്കെ സ്റ്റീൽ ചെയ്ത്, അപ്പോൾ നെവിൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ കള്ളൻ, അതിനേക്കാൾ ഇവിടെ കള്ളന്മാരുണ്ടല്ലോ, ഫസ്റ്റ് വീക്ക് തന്നെ സാധനം എടുത്തുകൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കോൺട്രവേഴ്സ്യൽ സാധനം മറ്റേ നിക്നെയിം. അപ്പോൾ അനീഷ് ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അനീഷിനെ വിളിച്ചിട്ട് എഴുന്നേപ്പിച്ചേർത്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനെ ചാടി പിടിച്ച് സംസാരിക്കാൻ വന്നപ്പം ലാലേട്ടൻ അവിടെ നിന്ന് ഇപ്പം അപ്പാനിക്ക് എന്തെങ്കിലും അപ്പാനി സംസാരിക്കേണ്ട മറ്റേ അനീഷിനെ വിളിച്ചിട്ട് അനീഷിനോട് സംസാരിക്കുന്നുണ്ട്, ആദില നൂറെ സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോന്നപ്പം അവർ പറയുന്നത് ഒരു ഫണ്ണായിട്ടാണ് എടുത്തത്. ജിസയിൽ പറയുന്നുണ്ട്. പിന്നെ ഒനീലിനോട് ചോദിക്കുന്നുണ്ട്, അതായത്
അല്ലെ അവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അക്ബറിനോടും അതിലും നിങ്ങളെ വിളിച്ചതൊക്കെ ശരിയായോ എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒരു ഹിൻഡ് ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് ഒനിലിനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ജിസൈലിനെ കണ്ടിട്ട് എന്താ ഒരു എന്താ വിളിക്കുക നിങ്ങൾ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് ഫണ്ണായിട്ട് എടുക്കേണ്ട ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട് ഓമന പേരെന്ന് പറയുന്ന ടാസ്ക് അത് നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. എന്നിട്ട് ഒനിലിനോട് ചോദിക്കുന്നത് ഇന്ന് ഗിസൈലിനെ ഒരു നിക് നെയിം കൊടുക്കാൻ പറയും. അപ്പോൾ ഒനിൽ നൈസായിട്ട് പറയും ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നെവിൻ ആണെന്നുണ്ടെങ്കിൽ ജിസൈലിനെ പറയും മേക്കപ്പ് കള്ളിയെന്ന്. അത് കഴിഞ്ഞിട്ട് അനു ആണെന്നുണ്ടെങ്കിൽ പറയും ബാർബി ഡോള്. രേണുസുതി വിളിച്ചിട്ട് വന്നിട്ട് ബ്യൂട്ടി പാർലറെന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറും രേണുസുന്തി തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോയി അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം. അപ്പോൾ അക്ബറിനോട് പറയുന്നത് അത് അങ്ങനെ വിളിച്ചത് ഇത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിക്കണമാണ് അക്ബറിൻ്റെ ഇനിയുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിലൊന്നോരോട് ചോദിക്കുന്നത് മറ്റേ മിസ്റ്റർ അപ്പി എന്ന് വിളിച്ചില്ലേ അതിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ഉറച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് പക്ഷേ അത് ഒത്തിരി ഒന്നും വലിയ ഡീപ്പായിട്ട് അവരുടെ അടുത്ത് പോയില്ല, ജസ്റ്റ് പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ അപ്പോൾ രഞ്ജിത്തിനോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എങ്ങനെ പേര് കൊടുക്കുന്നത്. അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാൻ പേര് കൊടുക്കുമ്പോൾ ഒരു അതിർവരമ്പൊക്കെ വേണം. പിന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായം പറയുന്നുണ്ട്. പിന്നാണ് ലാസ്റ്റിൽ അപ്പാനി വിളിച്ചിട്ട് അപ്പാനി കറക്റ്റായിട്ടുള്ള ക്ലൂ ആണ് കൊടുത്തത്. അപ്പാനോട് പറയുന്നുണ്ട് ഉപയോഗിക്കുന്ന ഭാഷയെ കൺട്രോൾ ചെയ്യണം, ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാമഫ്ലോഗ് ചെയ്തിട്ട് ചെയ്യണം എന്ന് ലാലേട്ടൻ പറയുന്നത്. അതായത് ഡയറക്റ്റ് പ്രകടിപ്പിക്കാതെ ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പാനിക്ക് കറക്റ്റായിട്ട് ക്ലൂ ആണ്. അത് അപ്പാനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്നിട്ട് മറ്റേ നെയിം ഓമനപ്പേര് ടാസ്കിൽ വിജയിച്ച ആൾക്കാരുണ്ടല്ലോ അനീഷിന് മുള്ളംപന്നി, പിന്നെ അതിലനൂറ പൂമ്പാറ്റ, പിന്നെ ആരായിരുന്നു അനുവിന്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു നെയിം ടാഗ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് കൊടുത്തു. പിന്നെ ലാലേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് സ്റ്റോർ റൂമിൽ കൂടെ മറ്റേ മാസ്ക് വെച്ച് 3 പേരകത്ത് കയറുന്നു. 3 പേരകത്ത് കയറി ഫുള്ള് സെർച്ച് അവരുടെ ബെഡ്റൂമും പിന്നെ എന്നിട്ട് ഇവരിയ്ക്കുന്ന ഇപ്പം ലിവിംഗ് റൂം ഇരിക്കുന്നുണ്ട് അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടിച്ച് എന്താ ഇവർ സെർച്ച് ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും ഐറ്റംസ് മാറ്റി വെച്ച് സെർച്ച് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. പക്ഷേ അവർ വന്നിട്ട് എല്ലാം സെർച്ച് ചെയ്തിട്ട് അവർ ലാലേട്ടൻ പറയും ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഇൻ്റർവെൽ മറ്റേ നമ്മുടെ ഇടവേള കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ലാലേട്ടൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു ലാലേട്ടൻ പറയും എനിക്കൊരു കത്ത് കിട്ടി. നേരത്തെ ആണെങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ പുറത്ത് അറിയിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് പുറത്തറിയിക്കുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസിനോടും അതുപോലെ തന്നെ എൻ്റെ ക്രൂവിനോടും ചെയ്യുന്ന ഒരു അനീതിയാണ്. അപ്പോൾ അത് എന്നിട്ട് രേണുവോട് നിന്ന് ചെറുതായിട്ട് രേണുവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ രേണു ചെറുതായിട്ട് ചിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ രേണു ചിരിക്കുന്നത്. അപ്പോൾ രേണു പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അതേതാ മറ്റേ രേണുസുധിയുടെ കഴിഞ്ഞ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, അതായത് ഫസ്റ്റ് വീക്ക് എലിമിനേഷനിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് പ്ലേ ചെയ്യുന്നത്. അത് പുള്ളിക്കാരി ആകെ മൊത്തത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൈറസിയുടെ ഒരു ഇതുപോലെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ രേണു പറയുന്നുണ്ട് സോറി ലാലേട്ട എന്നോട് ക്ഷമിക്കണം, ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ കസിൻ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അപ്പോൾ ഇങ്ങനെ ഷൂട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അന്നേരം വീണ്ടും പറയുന്നുണ്ട് ഇതിങ്ങനെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ഇതിങ്ങനെ വെച്ച് സാധനം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ നിർത്തുന്നു. അടുത്തല്ല ലാലേട്ടൻ പറയുന്നത് നമ്മുടെ നെവിനെ പറ്റിയാണ്. അതേ കള്ളത്തരം കാണിച്ച ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നെവിൻ എപ്പോഴും മനസ്സിലായി നെവിനെ പറ്റിയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ നെവിനെ പേരുന്നിരുന്നേ ലാലേട്ടൻ ഞാനത് കള്ളത്തരം അല്ലാതെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നെവിനാണെങ്കിൽ അത് നെഗറ്റീവ് ആയോ എന്നുള്ള രീതിയിൽ പേടിച്ചിട്ടൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ലാലേട്ടൻ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക്, അതായത് ആ ഗെയിമിനെ ശരിക്കും പറഞ്ഞാൽ കളയണ്ട എന്നുള്ള രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് വീട്ടുകാരോട് ചോദിക്കും നിങ്ങൾക്ക് അറിയണ്ടേ നെവിൻ എങ്ങനെയാണ് സാധനമൊക്കെ കൈ എടുത്തതെന്നുള്ള അറിയണ്ടേന്ന് ചോദിച്ചിട്ട് മറ്റേ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താ നമ്മളെ അവിടെ പൂച്ചട്ടിക്കകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്ന വീഡിയോ, പിന്നെ കഴിഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് അതെ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നെ സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നു ഈ ഗെയിം നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അല്ലെ ബുദ്ധിയോട് കളിക്കാനാണല്ലോ ലാലേട്ടൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാനത് ബുദ്ധിയോട് കളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറയും ഞാൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാനാണ് പറഞ്ഞതല്ല ബുദ്ധിയോട് ചെയ്യാനല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും പറയുന്നുണ്ട്. എന്തായാലും അത് അങ്ങനെ. അപ്പോൾ നെവിൻ്റെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് നെവിനോട് പറഞ്ഞു നെവിന് ഞാൻ ഇഷ്ടമുള്ള ഒരു സാധനം
തരും. എന്താണ്? അപ്പോൾ നെവിൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുഴിമന്തി. അപ്പം എന്നിട്ട് ലാലേട്ടൻ പറയും ഇല്ല കുഴിമന്തി ഫുഡ് ഐറ്റം അല്ല, ഫുഡ് ഐറ്റം തരത്തില്ല, വേറെ എന്തിനാ? അപ്പോൾ അടുത്ത നെവിൻ ചോദിക്കും ലാലേട്ടൻ്റെ ഒരു കണ്ണാടി എൻ്റെ ആഗ്രഹമാണ്. അതുമല്ല വേറെ എന്തോളെ? അപ്പോൾ ലാലേട്ടൻ ഒരു ക്ലൂ പോലെ ഷൂ, എൻ്റെ ഷൂ വേണം. പിന്നെ എന്തൊക്കെയല്ല മറ്റേ നെവിനെ ലിസ്റ്റ് പറയാൻ വന്നു. പക്ഷേ അപ്പോഴത്തേന് ലാലേട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു സാധനം തരാം. അപ്പോൾ ഒരു ഷൂ അല്ലേ ചോദിച്ചേ, തരാൻ പറഞ്ഞല്ലോ. അപ്പോൾ അനീഷിനോട് സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ ഒറ്റ ഷൂ, മറ്റേ ഹൈ ഹീൽ ഷൂ ആദ്യം നെവിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത സാധനം ഉണ്ടല്ലോ, ആ ഹൈ ഹീൽ ഷൂ. അപ്പോൾ ആ ഷൂ ആണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഉണ്ട് അതിന് പേരില്ല, ഒറ്റ ഒരു ഷൂ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും അതെ എന്നോട് പറഞ്ഞപ്പോൾ ഒരു ഷൂ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഒരു ഷൂ മാത്രം തന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാത്രം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ അടുത്ത പേര് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇടവേള കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്നത് എഴുന്നേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ മുന്നിൽ എഴുന്നേറ്റ് പറയുന്നുണ്ട് ഗെയിം പ്ലാന് വീഴാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ അനീഷ് പറയുന്നുണ്ട് ഐ എം വെരി ഹാപ്പി, ഇവരെന്നെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട് എല്ലാവരെയും വിഷമിപ്പിച്ചത് അനീഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് പറയുന്നത് ഞാൻ ആദ്യം 1-2 ദിവസം ദേഷ്യമായിരുന്നു, പിന്നെ സഹനശേഷി പഠിച്ചു. അന്നേരം ലാലേട്ടൻ പറയുന്നത് അങ്ങനെ തന്നെ വേണം, ഇറങ്ങുമ്പോഴത്തേനും പുതിയൊരു മനുഷ്യനായിട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷിനോട് പറയുന്നുണ്ട്. പിന്നുള്ളത് അപ്പാനി ശരത്തിനോട് അപ്പോൾ അപ്പാനി എഴുന്നിട്ട് പറയാം അപ്പാനിക്ക് മനസ്സിലായി മറ്റേ ക്ലൂ. അപ്പോൾ അപ്പാനി പറയും ദേഷ്യപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാൻ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. സരിക കലാഭവൻ സരിക എഴുതിയിട്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് കരുതിയത്, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം, കുഞ്ഞിനെ മോളെ കാണുമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എനിക്കിത് ഹാപ്പിയാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. പിന്നെ ആദില നൂറ പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് കരുതിയത്, പക്ഷേ അത് അങ്ങനെ അല്ല എന്നിവിടെ മനസ്സിലായി. പിന്നെ ലാലേട്ട് ഒരു ക്ലൂ പോലെ പറയുന്നുണ്ട് നല്ലൊരു വഴി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം, നിങ്ങളുടേതായ ഒരു വഴി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ അവരോട് പറയുന്നുണ്ട്. പിന്നെ റീന ഫാത്തിമ വന്നിട്ട് ഇവിടെ ഫുള്ള് നെഗറ്റീവ് എനർജി ആണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് പോസിറ്റീവാക്കി നല്ലൊരു ഇതായിട്ട് കൊണ്ടുപോകാൻ നോക്കണം, നെഗറ്റീവിനെ പോസിറ്റീവാക്കുക, പോസിറ്റീവിനെ അതിൻ്റെ അപ്പുറയിലോട്ടാക്കി കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്തുന്നുണ്ട്. പിന്നെ ശാരിക കെ ബി, അപ്പോൾ ലാലേട്ടൻ പറയുന്നത് സരികയും ശാരികയും ഉള്ളതുകൊണ്ട് ഞാൻ സരിക കെ ബിന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പം പറയുന്നുണ്ട്, സരിക പറയുന്നുണ്ട് ഇവിടുത്തെ മൂമെൻറ്റ്സൊക്കെ കുറച്ച് അതികഠിനമാണ്, അപ്പം സിംഗിളായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. പിന്നെ ആർജി മിൻസ് ചെയ്തിട്ട് പറയും ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷേ വേറൊരു രോഗം ഇതിനകത്തെന്നൊക്കെ പറഞ്ഞിട്ട് ആർജി മിൻസി പറയുന്നുണ്ട്. പിന്നെ അനുമോൾ പറയുന്നത് ഞാനിവിടെ ഹാപ്പിയാണ്, എന്തിനും നേരിടാം എന്നുള്ളൊരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ ആര്യം പറയുന്നുണ്ട് ഒത്തിരി പഠിക്കാൻ പറ്റി, കഴിക്കാൻ കിട്ടുന്നില്ല, ഇപ്പം അമ്മ തരുന്ന ഫുഡിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, ചപ്പാത്തിയൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. രേണുസുതിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരുതുന്നുണ്ടല്ലോ, എന്താ വീട്ടിൽ പോകണമെന്നെങ്കിൽ വന്ന വഴി ഇപ്പോഴേ വിട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഒരിക്കൽ കൂടി മാപ്പൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ ശൈത്യം എഴുതിയിട്ട് പറയുന്നുണ്ട് ഇതൊരു വലിയ ഗുഹയാണ്, എന്തൊക്കെയോ ശൈത്യം പറയുന്നുണ്ടായിരുന്നു, എല്ലാം മറികടന്ന് എൻജോയ് ചെയ്ത് പോകണം എന്നൊക്കെയാണ് പിന്നെ പറയുന്നത്. പിന്നെ ബിന്നി എഴുതിയിട്ട് പറഞ്ഞു 7ന്റെ പണിയാണ് ഇവിടെ, കംഫർട്ട് സോണൊന്നും അല്ല, പക്ഷേ ലാസ്റ്റ് വീക്കിലെ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് എഴുന്നേറ്റിട്ട് 7ന്റെ പണി ഇത്രയും പ്രതീക്ഷിച്ചില്ല, ബാൻഡ് കിട്ടി കഴിഞ്ഞപ്പോൾ സന്തോഷമായി, പക്ഷേ പിന്നീട് മറ്റേ അനീഷും അക്ബറും കൂടെ കുറേ കടന്നു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തത്തിൽ പണി കിട്ടിയ പോലായി, പക്ഷേ നല്ലതായിരുന്നു എന്നുള്ള രീതി പറഞ്ഞു നിർത്തി. പിന്നെ ഗിസയിൽ പറയുന്നുണ്ട് ഞാൻ കുറച്ച് മൂഡോട്ടാണ്, എൻ്റെ ബാഗ് തിരിച്ചയക്കുന്നതിൽ, പക്ഷേ ത്രില്ലുണ്ടായിരുന്നു, എനിക്ക് ഗെയിമൊക്കെ കളിക്കുന്ന ടാസ്ക് കളിക്കുന്ന ഇഷ്ടമാണ്, എല്ലാവരും മനസ്സിലായി. അപ്പോൾ ലാലേട്ട് പറഞ്ഞു ഫസ്റ്റ് വീക്ക് തന്നെ മനസ്സ് റീഡ് ചെയ്തോ, അപ്പം ജിസയിൽ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു. ജിസയിൽ പറഞ്ഞു എനിക്ക് ചായ വേണം ലാലേട്ട. അപ്പം ലാലേട്ടൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനൊരു പശുവിനെയും കൂടെ മേടിച്ചവരോട് കൊണ്ടുത്തരാം, അപ്പം പാല് കറന്ന് കുടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് നാളെ ഒരാൾ പുറത്താക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളത് ശരിയായിട്ട് കളിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ആളെ പുറത്താക്കേണ്ടി വരത്തില്ലായിരുന്നു, പക്ഷേ നാളെ ഒരാളെ പുറത്താക്കും. പിന്നെ അതിൻ്റെ നെവിൻ വീഡിയോ ഷൂസിനെ പറ്റുന്നത് ഞാൻ ഭയങ്കര ഡൗൺ ടു എൻ്റെ മറ്റേ ഷൂ കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ഒരു ഷൂ അല്ലേ ചോദിച്ചു, അപ്പം ഞാൻ ഡൗൺ ടു എർത്തായിട്ട് നൈസായിട്ട് തగ్గടിച്ചിട്ടുണ്ട്, ഞാൻ ഡൗൺ ടു എർത്തായിട്ട്. അപ്പം ലാലേട്ടൻ പറയുന്നത്, എന്നിട്ട് ലാലേട്ടനോട് പറയുന്നത് ഈ ഷൂവിൻ്റെ സൈസും ഭയങ്കര ചെറുതാണ്, എനിക്ക് UK സൈസ് 9 വേണ്ടുന്നത്, 27.5 സെൻറ്റിമീറ്റർ. അപ്പം ലാലേട്ടൻ പറയും നോക്കട്ടെ നമുക്ക് അടുത്ത ആഴ്ച ഇതിൻ്റെ പേരും കൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. അപ്പം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഓഡിയൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്, വൈൽഡ് കാർഡ് എൻട്രി എപ്പോഴോ എന്ന് വിചാരിച്ച് നമ്മളിരിക്കുമ്പോൾ ഒരു വാഷ് ഡോഗ്, മറ്റേ മൈജിയുടെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു വാഷ് ഡോഗ് ഉണ്ട്, ഒരു റോബോട്ടാണ്, ഒരു ഡോഗിൻ്റെ വിട്ടിരിക്കുന്ന റോബോട്ട്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഹൗസിൻ്റെ അകത്തേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വിടും, എന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ എവിടെയും പോവും, എൻ്റെ ഒരു ചാരനായിട്ട് എല്ലായിടത്തും പോയി നോക്കി എന്നിട്ട് അടുത്ത് പറയുന്നത് ഈ ഡോഗിനൊരു പീരീഡ് ഓഗസ്റ്റ് 11 വരെയോ മറ്റോ ഒരു സമയമുണ്ട്, അതിനുള്ളിൽ നെയിം സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് വീടിനുള്ളിലുള്ള വിഷനാണ്. രേണുസുതി ക്യാമറയോട് പറയണം, പ്രേക്ഷകർക്കുള്ള ബിഗ് ബോസിനോട് സോറിയൊക്കെ പറയുന്നു. എന്നെ കസിനോട് ചോദിച്ചായിരുന്നു ഇതൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ, അത് മറ്റേ വോട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ. പക്ഷേ അന്നേരം അവൻ പറഞ്ഞു, ചേച്ചി ഇട കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇടുന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിട്ടതാണ്, മനഃപൂർവ്വമല്ല, ഞാൻ ഏത്തം ഇട്ടിട്ട് സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം നെവിൻ അവിടെ വന്നിട്ട് ഏത്തം ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഇടിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടുമോറോ എപ്പിസോഡാണ്, എവിഷൻ നടക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നതാണ്. നിങ്ങൾ ഈ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ലാലേട്ടൻ പറയുന്നു. അങ്ങനെയാണ് നാളത്തെ പ്രേമോ. സോ ഇത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.